ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വടകര വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറാമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കുത്തിക്കിളച്ച് വെച്ചിട്ട് വർഷം 2 കഴിഞ്ഞിട്ടോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. കാലവർഷം എത്താറായി, സ്കൂൾ ഒന്നായി തുറക്കാറായി, അപകടങ്ങൾ പതിയിരിക്കും. റോഡിലൂടെ യാത്ര ചെയ്യാൻ എങ്ങനെ പറ്റും അധികാരികളെ? ധർണാ സമരം സിന്ദാബാദ്. ജലജീവന്റെ പൈപ്പിനെ പഞ്ചായത്തിലെ റോഡൊന്നാകെ കുത്തിക്കിളച്ച് വെച്ചിട്ട് വർഷം 2 കഴിഞ്ഞിട്ടും ഒന്നും ഇവിടെ നടക്കുന്നില്ല. കണ്ണു തുറക്കൂ അധികാരികളെ. കാലവർഷം എത്താറായി, സ്കൂളൊന്നാകെ തുറക്കാറായി, അപകടങ്ങൾ പതിയിരിക്കുന്നു. ജലജീവൻ കുത്തിപ്പൊളിച്ച റോഡൊന്നാകെ നന്നാക്കാൻ തയ്യാറാവുക അധികാരികളെ. ഇന്നീ സമരം സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ പഞ്ചായത്തിലെ ജനങ്ങളാകെ ഒന്നിച്ചൊന്നായി വന്നിട്ട് സമരം ചെയ്യും അധികാരികളെ. ജലജീവന്റെ പൈപ്പ് ലൈനിന് പഞ്ചായത്തിലെ റോഡൊന്നാകെ പൊളിച്ച് വെച്ചിട്ട് വർഷം 2 കഴിഞ്ഞിട്ടോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. കാലവർഷം എത്താറായി, നൂറുകണക്കിന് റോഡുകൾ ഇവിടെ, ഏറാമലയിലെ റോഡുകൾ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ അപകടങ്ങൾ 100% ഉറപ്പാണ്. ചെയ്യണമെങ്കിൽ നമുക്ക് 31/8 വരെയാണ് ടൈം എക്സ്റ്റൻഷൻ ഗ്രാന്റ് ചെയ്തിരുന്നത്. ഫർദർ ടൈം എക്സ്റ്റൻഷൻ അയാൾ റിക്വസ്റ്റ് പോലും തന്നിട്ടില്ല. അപ്പൊ ഫർദർ ടൈം എക്സ്റ്റൻഷൻ കൊടുത്തിട്ടില്ല. അതുകൂടാതെ പിന്നെ ഇപ്പൊ കേസ് കൊടുത്ത സ്ഥിതിക്ക് കഴിഞ്ഞ മീറ്റിംഗിൽ അയാൾ എന്നോട് പറഞ്ഞത് കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് പിന്നെ എനിക്ക് ഇപ്പം റോഡ് രജിസ്ട്രേഷൻ ചെയ്യാം. അല്ല, എന്ത് വർക്കായാലും നമ്മളല്ല, അയാള് എഗ്രിമെന്റ് എഴുതിയ സംഗതി അയാൾ ചെയ്യാതിരുന്നിട്ട് അയാൾ എന്നെ കേസ് കൊടുത്തിട്ട് അത് കാരണം ഞാൻ ചെയ്യൂല എന്ന് പറയുന്നത് അല്ല. അതുകൊണ്ടാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. കാരണം രജിസ്ട്രേഷൻ ഇപ്പം അയാൾ പറയുന്നു മീൻസ് ഈ പഞ്ചായത്തിൽ ഇനി അയാൾക്ക് വർക്ക് ചെയ്യാൻ സ്കോപ്പ് ഇല്ല. മീൻസ് ഇപ്പം ഒന്ന് ചെയ്യാനുള്ളത് ബാങ്കാണ് ഫർദർ. പിന്നെ ഈ റോഡ് രജിസ്ട്രേഷൻ നമ്മൾ വന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്കോപ്പ് ഇല്ല എന്നുള്ളതല്ല. അയാൾ റോഡിലൊക്കെ പൈപ്പ് ഇട്ടു, പക്ഷെ ആ രജിസ്ട്രേഷൻ ഈ വർക്കിന്റെ ഭാഗമാണ്, അത് ചെയ്തിട്ടില്ല. അപ്പോൾ ആ കേസിൽ തീരുമാനമായാലേ അയാൾ ഫർദർ പ്രൊസീഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് എന്നോട്. അതിന്റെ ബേസിലാണ് ഞാൻ എഗ്രിമെന്റ് അതോറിറ്റി SC ആയതുകൊണ്ട് SCക്ക് റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് സാർ ഒരു മീറ്റിംഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറാമല പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ഇന്ന് വാട്ടർ അതോറിറ്റി EA ഉപരോധിച്ചിരിക്കുകയാണ്. കാരണം ഏറാമല പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഏകദേശം 100ഓളം റോഡുകൾ പൊട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. 2.5 വർഷമായിട്ടും പൊട്ടിപ്പൊളിച്ച റോഡുകൾ ഒന്നും തന്നെ നന്നാക്കാനോ ഗതാഗത യോഗ്യമാക്കാനോ ടാറിടാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ പല പ്രാവശ്യം ഞങ്ങൾ ജനപ്രതിനിധികൾ ഇവിടെ അധികാരികളെ വന്ന് കാണുകയും അവരൊക്കെ സമയബന്ധിതമായി പ്രവർത്തനം നടത്താമെന്ന് ഉറപ്പ് നൽകുകയെന്നല്ലാതെ ഇതുവരെ ഒരടി പോലും മുന്നോട്ട് നീങ്ങിയില്ല. അതുമാത്രമല്ല, ഏറാമല പഞ്ചായത്തിലെ റോഡുകൾ മാത്രമാണ് നന്നാക്കാതിരുന്നത്. ഒഞ്ചിയം പഞ്ചായത്താലും ശരി, ചോറോട് പഞ്ചായത്താലും ശരി, അഴിയൂർ പഞ്ചായത്താലും ആ പഞ്ചായത്തുകളിൽ ഇതുപോലെ ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം പൊട്ടിപ്പൊളിച്ച മുഴുവൻ റോഡുകളും ടാറിട്ട് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് പൈസ ഇല്ല എന്നാണ് പറഞ്ഞത്. പൈസ ഇല്ലെങ്കിൽ മറ്റു റോഡുകൾ എങ്ങനെ നന്നാക്കി? പൈസ കൊടുത്തോന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കരാറുകാരൻ എന്ത് ചെയ്ത് വേണ്ടതുപോലെ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും പിന്മാറിയെന്ന് മാത്രമല്ല,
ആ കോൺട്രാക്റ്റിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം പറയുന്നത് കോടതിയിൽ കേസ് നിലവിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് റോഡ് നന്നാക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശക്തമായ സമരത്തിലേക്ക് പോകാൻ പോവാണ്. കാരണം നേരത്തെ ഒഞ്ചം പഞ്ചായത്തും ചോറോട് പഞ്ചായത്തൊക്കെ ഇതുപോലെ സമരം ചെയ്തിട്ടാണ് അവർ റോഡുകൾ നന്നാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്താൽ മാത്രമേ ഏറാമല പഞ്ചായത്ത് റോഡുകൾ നന്നാക്കുമെങ്കിൽ അതിശക്തമായ സമരത്തിന് ഞങ്ങൾ ഇനി വരുന്ന ആളുകൾ നേതൃത്വം കൊടുക്കും. ഇപ്പോൾ ഒരു സൂചനാ സമരം എന്ന നിലക്കാണ് ഇവിടെ ഈ ഓഫീസ് വരികയും ഈ ഓഫീസിനെ പ്രതിരോധിക്കുകയും അവിടെ ഉപരോധ സമരം ഞങ്ങൾ നടത്തുകയും. ഇപ്പം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയം രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ ഇപ്പം വന്ന് ആയി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അത് നന്നാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് വീണ്ടും ഈ ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സമരം തൽക്കാലം ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഏറാമല പഞ്ചായത്തിലെ പൊട്ടിപ്പൊളിച്ച റോഡ് എത്രയും പെട്ടെന്ന് അത് ഗതാഗത യോഗ്യമാക്കണം. എങ്കിൽ മാത്രമേ അവിടങ്ങളിലെ ആ റോഡുകളിലെ മറ്റ് വർക്കുകൾ ആ റോഡുകൾ കോൺട്രാക്ട് എടുത്ത ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ആ പറഞ്ഞ റോഡുകൾ നന്നാക്കണമെങ്കിൽ ഇവർ പൊട്ടിപ്പൊളിച്ച് നന്നാക്കി റീടാറിങ് ചെയ്യണം. അതുകൊണ്ട് ULCയും റോഡ് നന്നാക്കുന്നില്ല. ഫലത്തിൽ ഇപ്പോൾ 100 കണക്കിന് റോഡുകൾ ഏറാമല പഞ്ചായത്തിൽ ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. ഇനി മഴക്കാലമാണ് വരുന്നത്, കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, സ്കൂൾ വണ്ടികൾക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യമില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്കിനി സമരമല്ലാതെ മറ്റ് മാർഗമില്ല. അതുകൊണ്ട് ഈ സമരത്തിലൂടെ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ഏറാമല പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ മുഖേന പൊട്ടിപ്പൊളിച്ച 100 കണക്കിന് റോഡുകൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരത്തായി വന്നത്. ഇതൊരു സൂചനാ സമരമാണ്. ഇവിടുത്തെ മുഴുവൻ ജനപ്രതിനിധികളും അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ പാർട്ടിക്കാരും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറാമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.